ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ ലക്ഷ്മസാണ്. വെൽക്കം ബാക്ക് ടു ഈഗൽ ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 16-17 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 16 മുതൽ 17 വരെ മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് എവിടെ കാണാം? നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലവട്ടം എക്സാമ്പിൾസ് മാത്രം നമുക്ക് മാറ്റി തരൂടാ. ബാക്കിയെല്ലാം എന്താണ്, സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെയാണ് വരാറ്, ചോദിക്കാറ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ 3 ചാപ്റ്ററിലെയും ചോദ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഇസ് ഗിവൺ. ഒരു എലമെന്റിന്റെ ഔട്ടർമോസ്റ്റ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് തന്നിട്ടുണ്ടല്ലേ. വാട്ട് ഇസ് ദ അറ്റോമിക് നമ്പർ? ചോദിച്ചത് എന്താണ്? അറ്റോമിക് നമ്പർ കണ്ടെത്താനാണ്. എങ്ങനെയാ നമ്മൾ കണ്ടെത്തുക? എടാ, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. 1s2 2s2 2p6 3s2 3p1 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ തന്നിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. ചിലപ്പോൾ എക്സാമിന് 1 മാർക്കിന് ചോദിക്കും എന്ത്, ഈ തന്ന ഷോർട്ട് സബ്ഷെൽ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കംപ്ലീറ്റ് ചെയ്ത് ഫുള്ളാക്കി എഴുതാൻ ചോദിക്കും. 1s2 2s2 2p6 3s2 3p4 ആണ്. ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 3p4 ആണ് കേട്ടോ, 3p4 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ഈ തന്നിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റോമിക് നമ്പർ കിട്ടും അല്ലേ. 2 + 2 4, 4 + 6 10, 10 + 2 12, 13 14 15 16. അറ്റോമിക് നമ്പർ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 16 എന്ന് കിട്ടി കേട്ടോ. ശ്രദ്ധിക്കണേ, ഏതാണ്? ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അറ്റോമിക് നമ്പർ കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ദ എലമെന്റ്സ് ബിലോങ് ടു? മൂലക പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആദ്യം ഏത് ബ്ലോക്ക് ആണെന്ന് അറിയണം അല്ലെ. നിങ്ങൾ നോക്കിക്കേ, അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്തിരിക്കുന്നത് പി സബ്ഷെല്ലിലാണ്. അപ്പൊ നമുക്ക് പറയാം അത് പി ബ്ലോക്ക് എലമെന്റ് ആണ്. പി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കുക? പി അവസാനത്തെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? 12 ആഡ് ചെയ്യുന്നു അല്ലെ. അവസാനത്തെ പി സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. 4ന്റെ കൂടെ 12 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 12 13 14 15 16 അല്ലെ. 16 എന്ന് കിട്ടി. ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? ഇറ്റ് ഈസ് 16 itself. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ഡൗൺ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ഇനർട്ട് ഗ്യാസ് which is in the same period of the given element. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ മൂലകത്തിന്റെ പീരീഡിൽ ഉൾപ്പെടുന്ന അലസവാതകത്തിന്റെ ബാഹ്യമ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, അറ്റോമിക് നമ്പർ 16 ആണെങ്കിൽ അതിനുശേഷം വരുന്ന നോബിൾ ഗ്യാസ് ഏതാണ്? അറ്റോമിക് നമ്പർ 18 ആണല്ലേ. 18 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? 1s2 2s2 2p6 3s2 3p6 എന്നാണ് എഴുതുക അല്ലെ. ഇത്ര മാത്രം ആലോചിച്ചാൽ മതിടാ. സെയിം അല്ലെ, സെയിം പീരീഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3s 3p തന്നെയാണ് വരുന്നത്. ഇനി അലസവാതകം എന്ന് പറയുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് പി ബ്ലോക്ക് ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് പി സബ് ഷെല്ലിൽ വരിക? 6 ഇലക്ട്രോൺസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യെസ്, ഔട്ടർമോസ്റ്റ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്. 4 എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. 4 എന്താ പറയുക, എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, വിച്ച് എലമെന്റ് ഇസ് ഹാവിംഗ് ദ ഗ്രേറ്റസ്റ്റ് അറ്റോമിക് റേഡിയസ്? അറ്റോമിക് ആരം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? അറ്റോമിക് സൈസ് കൂടുതലുള്ളത് അല്ലെ, ആർക്കായിരിക്കും? നമ്മൾ ശ്രദ്ധിക്കണേ. ഇതിന് ജസ്റ്റ് ഒന്ന് അറ്റോമിക് നമ്പർ നമ്മളൊന്ന് എഴുതി നോക്കിയാലോ. നിയോൺ 10, 11 12 13. അപ്പൊ നമുക്ക് പി 13 എന്ന് കിട്ടിയേ. ക്യൂ എത്രയാണ്? ആർഗൺ 18 ആണ്. 18 19 20. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? 20 എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കി, ആർഗൺ 18 19 20 21. ആറിന്റെ അവിടെ ഞാൻ 21 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നിയോൺ ഇവിടെ നമുക്ക് എത്രയാണ്? യെസ്, 10 ആണ്. 11 12 13 14 15 16 17 17 എന്ന് എഴുതി. ഇനി എന്റെ മക്കൾ ശ്രദ്ധിക്കാം, ആറ്റത്തിന്റെ സൈസ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ. അതായത് എസ് ബ്ലോക്ക് എലിമെന്റ്സ് ആണ്. നിങ്ങൾ തന്നെ നോക്കിക്കേ, ഇവിടെ എസ് ബ്ലോക്ക് എലിമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ QLEയുടെ എസ് ബ്ലോക്ക് എലിമെന്റ് എന്ന് പറയുന്നത് ആർഗൻ 4s2 എസ് ബ്ലോക്ക് എലിമെന്റ്. അപ്പൊ നമുക്ക് പറയാം ആറ്റത്തിന്റെ ഏറ്റവും സൈസ് കൂടുതൽ അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് കൂടുതൽ ആർക്കാണ്? ക്യൂനാണെന്ന് പറയാം അല്ലെ. ഇനി അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഡി ബ്ലോക്ക് എലിമെന്റ് ആരാണ്? അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിൽ ആയിരിക്കണം അല്ലെ. ഇതിൽ ഏതാണ്?
ഇത് 4s ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, 4sൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിനു ശേഷം എവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നുണ്ട്? 3dയിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? R ആണ്. കാരണം R എന്ന് പറയുന്ന ഈ തന്നിരിക്കുന്ന എലമെന്റിന്റെ അകത്ത് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് D സബ്ഷനിൽ ആയതുകൊണ്ട് ഇറ്റ് ഇസ് എ D ബ്ലോക്ക് എലമെന്റ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് വൺ ഇസ് ദ മോസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റൽ? തന്നിരിക്കുന്നതിൽ നോൺ മെറ്റൽ എവിടെയാണ് ഉണ്ടാവുക? P ബ്ലോക്ക് എലമെന്റ് അല്ലേ? S ബ്ലോക്ക് മെറ്റൽ ആണ്, D ബ്ലോക്ക് മെറ്റൽ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, P ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് Qവും Sഉം ആണ്. ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ നോൺ മെറ്റാലിക് സ്വഭാവം കാണിക്കുന്നത് ആരാണ്? P ബ്ലോക്കിന്റെ ആ അങ്ങേ അറ്റം, അതായത് പീരിയോഡിക് ടേബിളിലെ റൈറ്റ് സൈഡിലേക്കാണ്. അപ്പൊ നോക്കിക്കേ, ഏതാണ്? അറ്റോമിക് നമ്പർ 17 അല്ലേ പീരിയോഡിക് ടേബിളിലെ റൈറ്റ് സൈഡിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് പറയാം നോൺ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് S എന്ന് പറയുന്ന എലമെന്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ദ എലമെന്റ് വിച്ച് ഷോ ലീസ്റ്റ് അയോണൈസേഷൻ എനർജി. അയോണിക ഊർജ്ജം ഏറ്റവും കുറവ് കാണിക്കുന്നത് ആരാണ്? അയോണിക ഊർജ്ജം കുറവ് കാണിക്കണമെങ്കിൽ ആറ്റത്തിന്റെ സൈസ് വലുതാണ് അല്ലേ? ഏറ്റവും വലിയ ആറ്റംസ് ആണ്. കുറച്ച് അയോണൈസേഷൻ എനർജി മാത്രം മതി ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏറ്റവും വലിയ ആറ്റം ഏതാണ്? Q ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൻസർ Q എന്ന് കിട്ടി. ലോ അയോണൈസേഷൻ എനർജി ആർക്കാണുള്ളത്? നമ്മുടെ ആറ്റം Qനാണുള്ളത്. ഈ ചോദ്യം എന്താണ്? എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കും, എന്നിട്ട് നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടി പറയും കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മോൾ കോൺസെപ്റ്റ് ആണ്. മോൾ കോൺസെപ്റ്റിന്റെ 3 മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ദ മോളിക്കുലർ മാസ് ഓഫ് SO2 ഈസ് 64 ഗ്രാം. SO2ന്റെ മോളിക്കുലർ മാസ് 64 ഗ്രാം ആണ്. സോറി, 64 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, 64 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് 1 GMM അല്ലെ? GMM-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 64 ഗ്രാം എന്ന് പറയുന്നത്. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ മാസ് ഓഫ് 1 GMM. അയ്യോ, നമ്മൾ ഇപ്പൊ എഴുതിയിട്ടേ ഉള്ളൂ അല്ലേ? എത്രയാണ്? 64 ഗ്രാം ആണ്. കാരണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1 GMM എന്ന് പറഞ്ഞാൽ എന്താണ്? 64 ഗ്രാം. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് GAM ആണ്. ഇവിടെ നമുക്ക് തന്നത് SO2 ആയതുകൊണ്ട് ഗ്രാം മോളിക്കുലർ മാസ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. ഇനി അടുത്ത ചോദ്യമാണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 1 GMM SO2. എടാ, 1 GMM-ന്റെ അകത്ത് എപ്പോഴും എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ ഉണ്ടാവുക? അത് ഏത് എക്സാമ്പിൾ എടുത്താലും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് 6.022 into 10 raised to 23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം അല്ലേ? 1 GMM ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾ നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഇൻ 320 ഗ്രാം ഓഫ് SO2. 320 ഗ്രാം SO2 എത്ര മോൾ തന്മാത്രകൾ ഉണ്ടെന്നാണ് ചോദിച്ചത്. അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. 1 GMM-ന്റെ അകത്ത് നമുക്കറിയാം എത്രയാണ്? 1 മോൾ ആണുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് കേട്ടോ. 1 മോൾ ആണെങ്കിൽ എത്രയാ? 64 ഗ്രാം ആണ്. 1 മോൾ ആണെങ്കിൽ എത്രയാണ്? 64 ഗ്രാം ആണ്. അപ്പോൾ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് 320 ഗ്രാം ആണെങ്കിൽ നമുക്ക് എത്ര മോൾ ആണ് വേണ്ടത്? എടാ, 64-നെ ഈ കാണുന്ന 64-നെ 320 ആക്കാൻ ഞാൻ എന്താ ചെയ്തത്? 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എനിക്ക് പറയാം ഞാൻ എന്താണ് ഇവിടെ 5 മോൾ ഓഫ് സബ്സ്റ്റൻസ് ആണ് വരുന്നത്. എത്രയാണ്? 5 മോൾ ഓഫ് സബ്സ്റ്റൻസ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 320 ഡിവൈഡഡ് ബൈ 64 ചെയ്താൽ മതി അല്ലേ? ആ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മോളുകളുടെ എണ്ണം കിട്ടി. അല്ലെങ്കിൽ ഇതേപോലെ റിലേറ്റ് ചെയ്ത് എഴുതാം. 1 മോൾ ആണെങ്കിൽ 64 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 320 ഗ്രാമിന് എത്ര മോൾ വേണം? 5 മോൾ സബ്സ്റ്റൻസ് വേണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്നുള്ള ചോദ്യമാണ്. ഇതേപോലെ 2 ബീക്കർ തന്നിട്ട് ചോദിക്കാം, 1 ബീക്കർ തന്നിട്ട് ചോദിക്കാം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? സിങ്ക് റോഡ് ഇസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്താണ്? സിങ്ക് തണ്ട് കോപ്പർ സൾഫേറ്റ് ലൈനിൽ മുക്കി വെച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളറാണ് നീല നിറം. ഇനി ചോദിച്ചത് എന്താണ്? വിച്ച് മെറ്റൽ ഇസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ? സിങ്ക് ആണോ കോപ്പർ ആണോ ക്രിയാശീലത ഏറ്റവും കൂടിയ മൂലകം? നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയാക്ടിവിറ്റി സീരീസ്. ഹൈഡ്രജൻ, കൊസി
ഗോ. അതിൽ നമ്മൾ എന്ത് പഠിച്ചു? സിങ്കിനാണ് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ എന്ന് പഠിച്ചു അല്ലേ? റിയാക്ടിവിറ്റി സീരീസിൽ സിങ്ക് മുകളിലും കോപ്പർ താഴെയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിയാക്ഷൻ നടക്കുമോ? ഇവിടെ ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, സിങ്ക് റോഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ റിയാക്ഷൻ നടക്കുമോ? നടക്കും. കാരണം സിങ്ക് എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് കോപ്പറിനെ ആ ഒരു സൊല്യൂഷനിൽ നിന്ന് തട്ടി മാറ്റിയിട്ട് കോപ്പറിന്റെ സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട് അല്ലേ? ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് മെറ്റൽ ഇസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ? ഈ രാസപ്രവർത്തനത്തിൽ ആദേശം ചെയ്യപ്പെടുന്ന ലോഹം ഏതാണ്? ഏതാണ്? കോപ്പർ ആണല്ലേ. സിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിക്കട്ടെ. എന്തുകൊണ്ട്? കാരണം വേറെ ഒന്നുമല്ല, സിങ്ക് കോപ്പറിനേക്കാളും ക്രിയാശീലത കൂടുതലാണ്. ദ റിയാക്ടിവിറ്റി ഓഫ് സിങ്ക് ഇറ്റ് ഇസ് ഹയർ ദാൻ കോപ്പർ എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യമാണ്, ഇസ് ദിസ് എ റിഡോക്സ് റിയാക്ഷൻ? ഗിവ് റീസൺ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? ആണ്, റിഡോക്സ് റിയാക്ഷൻ ആണ്. കാരണം ഇവിടെ ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Zn-നെ കോപ്പർ സൾഫേറ്റിനകത്ത് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? സിങ്ക് സൾഫേറ്റും കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റും ചെയ്യുന്നുണ്ട്. പരീക്ഷയ്ക്ക് ഒബ്സർവേഷൻസ് ചോദിക്കും. ഇവിടെയുള്ള ഒബ്സർവേഷൻ എന്താണ്? രണ്ട് ഒബ്സർവേഷൻ ആണ്. സിങ്ക് റോഡിന്റെ മുകളിൽ വന്ന് കോപ്പർ ഡെപ്പോസിറ്റും ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ഫേഡായി കുറഞ്ഞു വരുന്നില്ല. ഈ രണ്ട് ഒബ്സർവേഷൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങളടുത്ത് എഴുതാൻ ചോദിക്കുന്നത്. ഓൾസോ ഈ ഇക്വേഷനും എഴുതാൻ ചോദിക്കും കേട്ടോ. ഇത്രയും എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ചോദ്യം, എല്ലാ തവണയും നമുക്ക് ഗ്യാസ് ലോസിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ടേബിൾ തന്നിട്ട് എയും ബിയും ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഈ ടേബിളിൽ നമുക്ക് ആർക്കൊക്കെയാ തന്നത്? വോളിയം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ടാ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് കണ്ടെത്തുക? വോളിയം ടെമ്പറേച്ചർ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, V/T ഇതിലെല്ലാത്തിലും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. V/T എന്ന് പറഞ്ഞാൽ V divided by T. 600 divided by 300 നമുക്ക് എത്ര കിട്ടുക? 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് കിട്ടുക അല്ലേ? അതേപോലെ തന്നെ ആയിരിക്കണം എന്ത്? 800 divided by ഈ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് 2 കിട്ടണം അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 800ന്റെ കൂടെ നമ്മൾ ഈ ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് 2 കിട്ടണമെങ്കിൽ അത് ഏത് നമ്പർ ആയിരിക്കും? 400 ആയിരിക്കും അല്ലേ? എത്രയായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി 400. കാരണം 800 divided by 400 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്. അതേപോലെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, ഏത് നമ്പറിനെ 450 ആയിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 2 കിട്ടുന്നത്? ഏത് നമ്പറിനെയാണ്? 450 into 2 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 900 എന്ന് കിട്ടും അല്ലേ? എത്രയാണ് കിട്ടുന്നത്? 900 എന്ന് കിട്ടും. 900നെ 450യുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കിട്ടി. എത്ര സെക്കൻഡ് അല്ലെ? വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് നമ്മൾ എയും ബിയും കണ്ടെത്തിയത്. വോളിയം ടെമ്പറേച്ചറുമാണ് ടേബിളിൽ തന്നതെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് V/T. ഞാനിതാ ഇവിടെ എഴുതി തരാം കേട്ടോ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? V/T is equal to a constant എന്ന് പറയുന്ന ഫോർമുലയാണ്. നേരെ മറിച്ച് വോളിയവും പ്രഷറുമാണ് എൻ്റെ മക്കൾക്ക് തന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? PV is equal to constant. പ്രഷറും വോളിയം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ the which gas law is illustrated here? ഇവിടെ ഏത് ഗ്യാസ് ലോനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടേബിൾ നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ ആൻസേഴ്സ് ഞാൻ ചെക്ക് ചെയ്യും, ഞാൻ റെസ്പോണ്ട് ചെയ്യും. സോ ഈ ഒരു കോണ്ടന്റ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഗ്യാസ് ലോ മാത്രം ടൈപ്പ് ചെയ്താൽ പോരാ, ആ ഗ്യാസ് ലോ ഒന്ന് സ്റ്റേറ്റും ചെയ്യാം കേട്ടോ. ബോയിൽസ് ആണോ, അവഗാഡ്രോസ് ആണോ, ചാൾസ് ലോ ആണോ എന്നുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. സോ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പേടിയും ഇല്ലാതെ എൻ്റെ മക്കൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.